ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെയും ക്ലീൻ ചിറ്റ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൻഫിലിറ്റ് ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, അജിത് കുമാർ ക്ലീൻ എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അജിത് കുമാറിനെ കൈവിടില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. PV അൻവറിന്റെ വാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? MR അജിത് കുമാറിന്റെ PV അൻവർ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുകയും അനധികൃതമായി സ്വത്ത്, അതായത് തിരുവനന്തപുരത്തെ കൊട്ടാര തുല്യമായൊരു ഫ്ളാറ്റ് അദ്ദേഹം ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്, ആഡംബര ബംഗ്ലാവ്. അതിന് കോടികളുടെ ആസ്തിയുള്ള ആ കെട്ടിടം പണിയുന്നതിനുള്ള വരുമാനം എവിടെ നിന്നുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിന് കേസ് നൽകിയത്. ഇതേ തുടർന്ന് സർക്കാർ അന്വേഷണം നടത്തിയിരുന്നു. വിജിലൻസ് ആണ് അന്വേഷിച്ചത്. എന്നാൽ ഈ അന്വേഷണത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതല്ല, അദ്ദേഹത്തിന്റെ ബന്ധു അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് നൽകിയ ഭൂമിയിൽ അദ്ദേഹം വീട് വെച്ചു എന്ന രീതിയിലാണ് കണ്ടെത്തിയത്. അനധികൃതമായ സ്വത്തുക്കൾ അദ്ദേഹത്തിന് സമ്പാദിച്ചിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തുകയും ഇതേ തുടർന്ന് അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കി അദ്ദേഹത്തെ ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ADGP ആയിരിക്കുന്ന MR അജിത് കുമാറിന്മേലുള്ള എല്ലാ കേസുകളും ഇതോടുകൂടി തീരുകയാണ്. മാത്രമല്ല, ഈ കേസ് നിലനിൽക്കവേ തന്നെയാണ് DGP, അതായത് സംസ്ഥാന പോലീസ് മേധാവിമാരാകാനുള്ള 6 പേരുടെ പട്ടിക, ആ പട്ടികയിൽ MR അജിത് കുമാർ ഇടം നേടിയിരുന്നു. അന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് വിജിലൻസ് കേസിൽ പ്രതിയായിരിക്കുന്ന അല്ലെങ്കിൽ വിജിലൻസ് കേസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാനാകും എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ കേസ് ഈ സ്ഥാനക്കയറ്റത്തിന് ബാധകമല്ല എന്നായിരുന്നു സർക്കാർ അന്ന് ന്യായീകരണം നൽകിയത്. അങ്ങനെ ആ കേസ് പോലും തള്ളിക്കൊണ്ട് MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിന് വിലങ്ങുതടിയായിരുന്ന കേസാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടതോടുകൂടി ആ കേസ് മാറിയിരിക്കുക. അങ്ങനെ ആ MR അജിത് കുമാർ അങ്ങനെ ഉണ്ടായിരുന്ന വിലങ്ങുതടി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രി സർക്കാർ MR അജിത് കുമാർ ഇക്കാര്യത്തിൽ വളരെ വേഗത്തിലൊരു സംരക്ഷണം നൽകുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത പറയുന്നത് പോലെ DGP ദർവേഷ് സാഹിബ് MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്നൊരു ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിപ്പോഴും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല. 1.5 മാസങ്ങൾക്ക് മുമ്പാണ്, അതായത് വിജയൻ IPSനെതിരെ വ്യാജമൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരുന്നു. അതൊരു വ്യാജമൊഴിയായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഉത്തരവാദപ്പെട്ട പദവിയിൽ നിന്നുകൊണ്ട് മറ്റൊരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ വ്യാജമൊഴി നൽകിയത് ഗുരുതരമായ കുറ്റമാണെന്ന് DGP കണ്ടെത്തുകയും അത് സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഫയൽ 1.5 മാസമായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ്. എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെയും അതിൽ തീരുമാനമെടുത്തിട്ടില്ല. അതായത് ഒരു സമയം അതിൽ തീരുമാനമെടുക്കാതിരിക്കുമ്പോഴാണ് ഈ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി അതിവേഗത്തിൽ അതിന് ക്ലീൻ ചിറ്റിൽ അതിന് അനുമതി അംഗീകാരം നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ച് ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ MR അജിത് കുമാർ സംബന്ധിച്ച്, കാരണം ജൂണിൽ നിലവിൽ DGP ദർവേഷ് സാഹിബ് ഒഴിയുന്നു, പകരം പുതിയ DGPയുടെ പാനൽ തയ്യാറാക്കേണ്ടതുണ്ട്. ആ തയ്യാറാക്കുമ്പോൾ MR അജിത് കുമാറിന്മേലുണ്ടാകും മറ്റെല്ലാ തടസ്സങ്ങളും നിയമക്കുരുക്കുകളും ഒക്കെ സർക്കാർ ഓരോന്നോരോന്നായി ആ കുരുക്കുകളൊക്കെ അയച്ചു കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒപ്പിട്ട് അംഗീകരിക്കുന്നു. ഇനിയുള്ളത് DGP നൽകിയിരിക്കുന്ന കേസെടുക്കണമെന്നുള്ള ശുപാർശ. അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, MR അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്.